ഇനി നമ്മൾ ഈ സെഷനിൽ പഠിക്കാൻ പോകുന്ന നേച്ചർ ഓഫ് ബോൺസ് ലിങ്കിങ് മോണോമേഴ്സ് ഇൻ എ പോളിമർ. പോളിമറിൽ കാണുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോൺസ്. നമ്മൾ പോളിമർ ബയോ മാക്രോ മോളിക്യൂൾ ഏതൊക്കെയാണ് പഠിച്ചത്? ലിപ്പിഡ്, പോളിസാക്കറൈഡ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്. ലിപ്പിഡ് നമ്മൾ ബയോ മാക്രോ മോളിക്യൂളിൽ പറയാനുള്ള കാരണം ഇറ്റ് ഈസ് സീൻ ഇൻ ആൻ അഗ്രിഗേഷൻ. ലിപ്പിഡ് മോളിക്യൂളിൽ കാണുന്ന ഏത് തരത്തിലുള്ള ബോണ്ടാണ്? നമ്മൾ ആകെ ഗ്ലിസറോളും ഫാറ്റി ആസിഡും നമ്മൾ ജോയിൻ ചെയ്യുന്ന കണ്ടുള്ളൂ അല്ലേ ലിപ്പിഡിനകത്ത്. സോ ദർ വി ക്യാൻ സേ എസ്റ്റർ ബോണ്ട് formed it in between the glycerol and fatty acid. So ester bond we can see in the case of lipid. Ester bond formation. ഇനി നമ്മൾ പറഞ്ഞു lipid it is seen in the case of cell membrane. That is phospholipid എന്ന് പറഞ്ഞ അല്ലേ. ഫോസ്ഫോലിപ്പിഡ് അവിടെയും കാണുന്ന എന്താണ്? എസ്റ്റർ ബോണ്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇനി ഞാനൊരു ചെറിയ ഡിഫറൻസ് പറഞ്ഞുതരാം. ഇപ്പൊ ആർക്കി ബാക്ടീരിയയുടെ ഒക്കെ സെൽ മെംബ്രെയിൻ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെയും സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയേക്കുന്ന ഫോസ്ഫോലിപ്പിഡ് കൊണ്ടൊക്കെ തന്നെയാണ്. പക്ഷെ അവരെ ലിപ്പിഡ് ബ്രാഞ്ച്ഡ് ലിപ്പിഡ് ആയിരിക്കും. അതേപോലെ അവിടെ ഉണ്ടാകുന്ന ബോൺസ് എന്ന് പറയുന്നത് ഈത്തർ ബോണ്ടാണ്. അതുകൊണ്ട് തന്നെ ആർക്കി ബാക്ടീരിയക്ക് ഹൈ എക്സ്ട്രീം ക്ലൈമറ്റിക് കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ ഞാൻ പറയാം. ഈ നമ്മൾ ലിപ്പിഡിന് ഒരു കോൺജുഗേറ്റഡ് ലിപ്പിഡ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ലിപ്പിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ പഠിച്ചതാണ് ഫോസ്ഫോലിപ്പിഡ് അല്ലെങ്കിൽ ലെസിത്തിൻ അല്ലേ. ഈ ഫോസ്ഫോലിപ്പിഡ് എവിടെയാണ് കാണുന്നത്? സെൽ മെംബ്രെയിനിലാണ് കാണുന്നത്. സെൽ മെംബ്രെയിനിൽ കാണുന്ന ഈ ഫോസ്ഫോലിപ്പിഡിനകത്തും കാണുന്നത് ഏത് തരത്തിലുള്ള ബോണ്ടാണ്? എസ്റ്റർ ബോണ്ടാണ്. എസ്റ്റർ ബോണ്ട് ഇറ്റ് വിൽ ജോയിൻ ദ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആസ് വെൽ ആസ് ഫോസ്ഫേറ്റ് ടു ദ ഗ്ലിസറോൾ മോളിക്യൂൾ. അപ്പൊ അവിടെയും എസ്റ്റർ ബോണ്ടാണ് കാണുക. പക്ഷെ ചില എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷനിൽ ജീവിക്കാൻ പറ്റുന്ന ആർക്കി ബാക്ടീരിയ ഉണ്ട്. ആ ആർക്കി ബാക്ടീരിയയുടെ സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ള ഫോസ്ഫോലിപ്പിഡ് കൊണ്ട് തന്നെയാണ്. പക്ഷെ അവിടെ ലിപ്പിഡിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ബ്രാഞ്ച്ഡ് ലിപ്പിഡാണ്. അതേപോലെ തന്നെ ആ ലിപ്പിഡ് മോളിക്യൂളില് ഗ്ലിസറോളും ഫാറ്റി ആസിഡും ജോയിൻ ചെയ്തേക്കുന്ന ഈത്തർ ബോണ്ട് കൊണ്ടാണ്. അവിടെ എസ്റ്റർ ബോണ്ടിന് പകരം ഈത്തർ ബോണ്ടാണ്. അതൊരു എക്സെപ്ഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നില്ല. ഞാനിപ്പോൾ അത് പറയാനുള്ള കാരണം സെൽ മെംബ്രെയിനിൽ ഉള്ള വ്യത്യാസം, സാധാ ബാക്ടീരിയ ആർക്കി ബാക്ടീരിയയുടെ സെൽ മെംബ്രെയിന്റെ വ്യത്യാസം പറയാൻ വേണ്ടി മാത്രം പറഞ്ഞല്ലോ കേട്ടോ. Now, the next one is polysaccharide. Polysaccharide കാണുന്ന എന്താണ്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് കാണുക അല്ലെ. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ് പോളിസാക്കറൈഡിൽ കാണുക. അതും നമ്മൾ പലതരത്തിലുള്ള ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് കണ്ടു. ഇനി ഞാൻ എഴുതേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ ഓൾറെഡി അത് എഴുതി. ഓരോന്നിന്റെയും ബോണ്ട് എഴുതിയതാണ് അല്ലെ. നമ്മൾ പറഞ്ഞു maltose it will be having beta 1 for glycosidic linkage, lactose beta 1 for glycosidic linkage, alpha 1 2 glycosidic linkage is present in sucrose. സെല്ലുലോസിലും അതുപോലെ തന്നെ ഖൈറ്റിനിലും ഒക്കെ ബീറ്റ 1 ഫോർ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. അതേപോലെ സ്റ്റാർച്ചിൽ വന്നിട്ട് ആൽഫ 1,4 and 1,6 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഗ്ലൈക്കോജനിലും ആൽഫ 1,4 ആൽഫ 1,6 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഈസ് ദെയർ. അതുപോലെ ഇനുലിനില് ബീറ്റ 1,2 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ നോട്ടും എഴുതി പറഞ്ഞതാണ് അല്ലെ. അത് ഞാൻ രണ്ടാമത് പറയുന്നില്ല. നൗ ഐ എം ജസ്റ്റ് സേയിങ് glycosidic linkage is present in between the glucose molecule in the case of polysaccharide. Now protein it will make peptide bond. It will make peptide bond in between two amino acid. അപ്പോൾ പെപ്റ്റൈഡ് ബോണ്ട് കൊണ്ടാണ് പ്രോട്ടീൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അതിന്റെ സെക്കൻഡറി സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മൾ ആൽഫ ഹെലിക്കൽ സ്ട്രക്ചറും ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചറും പഠിച്ചു. ആ ഹെലിക്കൽ സ്ട്രക്ചർ ഇനി ഞാൻ ആ പ്രോട്ടീന്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു പോയിന്റ് ഉണ്ട്. എന്താ അറിയോ? പ്രോട്ടീൻ ഇറ്റ് വിൽ മേക്ക് ഓൾവേസ് റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ്. അവിടെ ലെഫ്റ്റ് ഹാൻഡഡ് ഹെലിക്സ് ഇതുവരെ നമ്മൾ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഹെലിക്കൽ സ്ട്രക്ചർ ഒരിക്കലും ലെഫ്റ്റ് ഹാൻഡഡ് ഹെലിക്കൽ സ്ട്രക്ചർ കണ്ടിട്ടില്ല. Always they form the right-handed helical structure. So here the peptide bond formation it occurs in between the amino acid, and we can see peptide bond formation it is occurring in between the carboxylic and amino group of two amino acid. Adinte left hand side amino N terminal ആയിരിക്കും, right hand side carboxy C terminal ആയിരിക്കും. അതേപോലെ വി ക്യാൻ സി സെക്കൻഡറി സ്ട്രക്ചർ ഫോർമേഷന്റെ സമയത്ത് അത് ഉണ്ടാക്കുന്ന ബോൺസ് എന്ന് പറയുന്ന ഹൈഡ്രജൻ ബോണ്ടാണ്. ടെറിഷറി സ്ട്രക്ചർ ഫോർമേഷന്റെ സമയത്ത് ഒരുപാട് വീക്ക് ഇന്ററാക്ഷൻസ് കാണുന്നുണ്ട് ടെറിഷറി സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ. ദാറ്റ് ഈസ് ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻ, ഹൈഡ്രജൻ ബോൺസ്, ഡൈസൾഫൈഡ് ബോണ്ട്, അതുപോലെ വാൻഡർവാൽ ഇന്ററാക്ഷൻ, ഇങ്ങനെ കുറേ തരത്തിലുള്ള ബോണ്ട്, അയോണിക് ബോണ്ട് ഫോർമേഷൻ, ഇതൊക്കെ കാണുന്നുണ്ട് ടെറിഷറി സ്ട്രക്ചറിൽ. അതിനകത്ത് തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ഇൻ ടെറിഷറി സ്ട്രക്ചർ ഇറ്റ് ഈസ് ഡൈസൾഫൈഡ് ബോണ്ട്. Okay, so peptide bond it is seen between the two amino acids of a polypeptide. അതുകൊണ്ട് ആ പെപ്റ്റൈഡ് ബോണ്ട് കൊണ്ട് തന്നെയാണ് അതിനെ നമ്മൾ പോളിപെപ്റ്റൈഡ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. പ്രോട്ടീനെ പോളിപെപ്റ്റൈഡ് എന്ന് റെപ്രസെന്റ് ചെയ്യാൻ കാരണം. ഇനി ന്യൂക്ലിക് ആസിഡിൽ ഏതൊക്കെ തരത്തിലുള്ള ബോൺസ് ആണ് കാണുക?
നമ്മൾ ആദ്യം തന്നെ അതിന്റെ ന്യൂക്ലിയോടൈഡ് എടുത്ത് നോക്കാം. ന്യൂക്ലിയോസൈഡിൽ കാണുന്ന ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഗ്ലൈക്കോസിഡിക് ബോണ്ട് it is present in between the pentose sugar as well as the nitrogen base. See here, one glycosidic linkage will be present in between the pentose sugar and pyrimidine. One glycosidic linkage will be present in between the purine and pentose sugar. Okay. Ini adu koodade ന്യൂക്ലിയോസൈഡ് ഫോസ്ഫോറിക് ആസിഡുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന എന്ത് ബോണ്ട് കൊണ്ടാണ്? ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് കൊണ്ടാണ് അല്ലെ. ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് ഈസ് പ്രസന്റ്. And we can say two nucleotides are joined together by phosphodiester linkage. Phosphodiester linkage. Okay, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഈ പോളിമർ ഓഫ് മോണോമർ മോളിക്യൂൾ, അതായത് നേച്ചർ ഓഫ് ബോണ്ട് ലിങ്കിങ് മോണോമേഴ്സിന്റെ പോളിമർ, അതായത് പോളിമർ ഉണ്ടാക്കുമ്പോൾ മോണോമറിന്റെ ഇടയിൽ കൂടെ കാണുന്ന ബോൺസ്, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇത് ഓരോന്നും നമ്മൾ അതാത് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് സെപ്പറേറ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ബയോ മാക്രോ മോളിക്യൂൾ. ഇനി നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻസൈമാറ്റിക് ആക്ടിവിറ്റീനെ പറ്റിയിട്ടാണ് പറയേണ്ടത്. അപ്പോൾ ആ എൻസൈമാറ്റിക് ആക്ടിവിറ്റി എന്തുകൊണ്ടാണ് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ വേണ്ടത് എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ അടുത്ത ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് ബോഡി കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓർ കോൺസെപ്റ്റ് ഓഫ് മെറ്റബോളിസം. അതാണ് നമ്മളിനി അടുത്ത സെഷനിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ.